ഹായ് ഫ്രണ്ട്സ്, പാഠപുസ്തകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു LD ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? ഇപ്പോൾ 3 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, ഖേദ സത്യാഗ്രഹം മഹാരാഷ്ട്ര, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. ഇതിലേതാണ് തെറ്റായത്? രണ്ടാമത്തെ തെറ്റല്ലേ? ഖേദ സത്യാഗ്രഹം മഹാരാഷ്ട്രയാണോ? അല്ല, ഗുജറാത്തിലാണ് ഖേദ സത്യാഗ്രഹം. അപ്പോൾ ശരിയായ ബന്ധം 1ഉം 3ഉമാണ്. 1ഉം 3ഉം വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി, ഖേദ സത്യാഗ്രഹം മഹാരാഷ്ട്രയല്ല ഗുജറാത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത്? തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരിയായത്? തെറ്റായത്, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് 1 മാത്രം. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ് കേട്ടോ. ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത്. അപ്പോൾ ഇതിനകത്ത് മാർത്താണ്ഡവർമ്മയുമായി ബന്ധമില്ലാത്തത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയല്ല, ശക്തൻ തമ്പുരാനാണ്. ഇതിൽ ശരിയായ 2 സ്റ്റേറ്റ്മെൻറ്റും കൂടെ വായിച്ചു പോകാം. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റ്, 1 മാത്രം തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? ഇതിൽ EMSൻ്റെ കൃതി ഏതാണ്? ഓപ്ഷൻ ഡി, 1.25 കോടി മലയാളികൾ EMSൻ്റെ കൃതിയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം ഏത്? അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേസരി ബാലഗംഗാധര തിലക്, യങ് ഇന്ത്യ അനി ബസന്റ്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരിയായത്? 1ഉം 3ഉം ശരിയല്ലേ? കേസരി ബാലഗംഗാധര തിലകാണ്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയും ആണ്. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ രണ്ടാമത്തെ യങ് ഇന്ത്യ, യങ് ഇന്ത്യ ആരാണ് സ്ഥാപിച്ചത്? യങ് ഇന്ത്യ മഹാത്മാഗാന്ധി, ഗാന്ധിജിയുടെ പത്രമാണ് യങ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏത്? എനിക്കു ശേഷം പ്രളയം ലൂയി 15-മൻ, ഞാനാണ് രാഷ്ട്രം ലൂയി 14-മൻ, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് വോൾട്ടയർ. അപ്പോൾ ഇതിൽ ശരിയായത് ഏതൊക്കെയാണ്? ആദ്യത്തെ 2ഉം ശരിയല്ലേ? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 തന്നെയാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 പക്ഷേ സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞത് ആരല്ല? വോൾട്ടയർ അല്ല, റൂസോയല്ലേ പറഞ്ഞത്. തൻ്റെ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ബുക്കിൽ ആര് പറഞ്ഞു സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞത്? റൂസോ. അപ്പോൾ ഇതിനകത്ത് തെറ്റായത് ഏതാണ്? 3 മാത്രം. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ്? ഓപ്ഷൻ സി, ചൈന. ചൈനയിലാണ് ഏഷ്യൻ ഗെയിംസ് 2023 നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചവറ കരിമൺ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത്? ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ഓപ്ഷൻ ബി, ഇൽമണൈറ്റ് ആണ്. ഇൽമണൈറ്റ് ആണ് കരിമണലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ചവറ കരിമണലിൽ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലിലൂടെ സൂര്യനെ ദർശിക്കാൻ വിഷുവം സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? വിഷുവത്തിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ കഴിയുന്നത്. അത് ഏത് മാസത്തിലാണ്? ഓപ്ഷൻ എ, സെപ്റ്റംബർ മാസത്തിലാണ് അത് നടക്കുന്നത്, അങ്ങനെ ദർശിക്കാൻ കഴിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ബ്രഹ്മകമലം ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം. അടുത്ത ക്വസ്റ്റ്യൻ, സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡേഷ് ആണ്. സുവർണ ചതുഷ്കോണം എന്താണ്? ഒരു ഹൈവേ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. സുവർണ ചതുഷ്കോണം ഹൈവേ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏതു സംസ്ഥാനത്തിലാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി, ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ഓപ്ഷൻ എ, PSLV. PSLV ആണ് ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം?
ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. ശരിയാണോ? ആണ്. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. ശരിയാണ്. ഇപ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതി 12ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു. അത് ശരിയാണോ? അല്ല അല്ലേ? ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി അല്ലല്ലോ, ഇപ്പോൾ നീതി ആയോഗ് അല്ലേ. ഇപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഒന്നായി. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയുടെ ഒരു ലക്ഷ്യം തന്നെയാണ് സ്വാശ്രയത്വം. അതും ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് തെറ്റായത് ഏതാണ്? മൂന്നാമത്തത്. 3 ഒഴികെ ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ 1, 2, 4 ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത്? ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെയും ഉൽപ്പാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തേത് ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. 3 അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ HYV ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. അപ്പോൾ ഇതിനതുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 1 മാത്രം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത്. ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപ്പാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ ശരിയായ പ്രസ്താവന നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. എന്തിന്? ഹരിത വിപ്ലവത്തിന് ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. അപ്പോൾ ഇത് 3 ഹരിത വിപ്ലവവുമായി ബന്ധമുള്ള പ്രസ്താവനകൾ. ബന്ധമില്ലാത്തത് 1 മാത്രം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? G20 ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. ശരിയാണ്. ശ്രീ നരേന്ദ്രമോദി ചെയർമാൻ ആയിരുന്നു. അതും ശരിയാണ്. വസുദൈവ കുടുംബകം മുദ്രാവാക്യമായിരുന്നു അതിൻ്റെ മോട്ടോ. അതും ശരിയാണ്. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. അതും ശരിയാണ്. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് അല്ലേ? 1, 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ശരിയായത് 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. ശ്രീ നരേന്ദ്രമോദി ചെയർമാൻ ആയിരുന്നു. വസുദൈവ കുടുംബകം എന്നതായിരുന്നു അതിൻ്റെ മോട്ടോ. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. അപ്പോൾ ഇത് 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. റിവേഴ്സ് റേപ്പോ നിരക്ക് എന്നാൽ? റിവേഴ്സ് റേപ്പോ എന്ന് വെച്ചാൽ എന്താ? റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കിനെയാണ് റിവേഴ്സ് റീപ്പോ എന്ന് പറയുന്നത്. ഇപ്പോൾ റിവേഴ്സ് റീപ്പോ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കിനെ എന്ത് പറയുന്നു? റിവേഴ്സ് റീപ്പോ എന്ന് പറയുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ കാനേഷുമാരി അഥവാ സെൻസസ് തുടങ്ങിയ വർഷം. ഇന്ത്യയിൽ സെൻസസ് തുടങ്ങിയ വർഷം അഥവാ കാനേഷുമാരി തുടങ്ങിയ വർഷം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1881 ഇന്ത്യയിൽ സെൻസസ് ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ചരക്കു സേവന നികുതി GST എന്നാൽ എന്താണ്? GST എന്നാൽ എന്താണ്? എന്താ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. പരോക്ഷ നികുതി മാത്രം. പരോക്ഷ നികുതി മാത്രമാണ് GSTയിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങളേവ? സാധാരണ ഇന്ത്യ സ്വർണം നേടിയ മത്സര ഇനങ്ങളാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. റോവിംഗ്, ചെസ്, ഗോൾഫ്. ഇത് 3നും ഇന്ത്യ സ്വർണം നേടിയിട്ടില്ല. റോവിങ്ങിനും ചെസ്സിനും ഗോൾഫിനും ഇന്ത്യ സ്വർണം നേടിയിട്ടില്ല. ബാക്കി ഹോക്കി, ക്രിക്കറ്റ്, കബഡി, ആർച്ചറി, ബാഡ്മിൻ്റൺ, അത്ലറ്റിക്സ്, ടെന്നീസ്, സ്ക്വാഷ്, ഷൂട്ടിംഗ് ഇതിനൊക്കെ ഇന്ത്യ സ്വർണം നേടി. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്? ഏതാണ് കമ്മിറ്റി? ഓപ്ഷൻ സി ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശത്തെ തുടർന്നല്ലേ ഭരണഘടനാ നിർമ്മാണ സഭ ആരംഭിച്ചത്? ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം. അപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ ബി ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ബുക്കാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ബുക്കാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. അപ്പോൾ നിർദ്ദേശക തത്വങ്ങളുമായിട്ടുള്ളത് ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ശരിയല്ലേ? ശരിയാണ്. ഈ നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ കോടതിയെ സമീപിക്കാവുന്നതാണോ? അല്ല. നിർദ്ദേശക തത്വങ്ങളെ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഗാന്ധിയൻ ആശയങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത്, നയരൂപീകരണത്തിനും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. അതും ശരിയാണ്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. അപ്പോൾ ഇതിലേതൊക്കെയാണ് ബന്ധപ്പെട്ടവയല്ലേ ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ 1, 3, 4 1, 3, 4 ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ 22ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വിവരാവകാശ കമ്മീഷനുമായി ശരിയായ പ്രസ്താവന. അപ്പോൾ പ്രസ്താവന നോക്കാം. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. ശരിയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10ൽ കവിയാത്ത അംഗങ്ങളുണ്ടാവും. 10ൽ കവിയാത്ത അംഗങ്ങളുണ്ടാവുമോ? ഉണ്ടാവും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥനുമേൽ പിഴ ഈടാക്കാം. അതും ശരിയാണ്. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. അപ്പോൾ ഇതും ശരിയാണ്. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയല്ലേ? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ പ്രസ്താവന ഒന്നുകൂടെ വായിക്കാം. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥനുമേൽ പിഴ ഈടാക്കാം. അടുത്തത്, കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. അപ്പോൾ ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, റൈറ്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, ആർട്ടിക്കിൾ 32. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആർട്ടിക്കിൾ 32 ആണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതിനെയാണ് അദ്ദേഹം എന്തെന്ന് വിശേഷിപ്പിച്ചു? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതൊക്കെ തിരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്ന ഏതൊക്കെ തിരഞ്ഞെടുപ്പാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 3, 4 രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ കൗൺസിൽ തിരഞ്ഞെടുപ്പ്, രാജ്യസഭ ലോകസഭ തിരഞ്ഞെടുപ്പ്. ഇവയെ 3ഉം നടത്തുന്നത് ആരാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിൽ വരുന്ന തിരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പും നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലായത് മാത്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ഏത് തിരഞ്ഞെടുപ്പാണെങ്കിലും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലാണ് വരുന്നത്. അത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ കൗൺസിലിൻ്റെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭ ലോകസഭ തിരഞ്ഞെടുപ്പ്, അങ്ങനെ ഏത് തിരഞ്ഞെടുപ്പാണെങ്കിലും, ഏതൊഴികെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒഴികെ ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പും നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിംഗലി വെങ്കയ്യ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ദേശീയ പതാക. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരന്ത ബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേര്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ സി സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനമാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹസാന്ത്വനം. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള ഒരു കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത്? അപ്പോൾ ഇതിലേതാണ് തെറ്റായ പ്രസ്താവന?
പ്രസ്താവന 3 മാത്രമാണ് തെറ്റ്. തൻ്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിൻ്റെയും തലവൻ ആരാണ്? സെക്രട്ടറിയാണ്. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിൻ്റെയും തലവൻ സെക്രട്ടറിയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കുവാനുമാണ് മന്ത്രിസഭ. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനും ആരാണ്? മന്ത്രിസഭ. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകൾ നടക്കുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകൾ നടത്തുന്നത്. അപ്പോൾ 1, 2, 4 ശരിയാണ്. ഇതിലേതാണ് തെറ്റ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ്. ഓപ്ഷൻ ഡി ആൻസറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ 7ാമത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേര്. ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഷാജഹാൻ. ഷാജഹാനാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പോൾ ഇപ്പോഴത്തെ ചീഫ് ഇലക്ടോറൽ ഓഫീസർ ആരാ? ഇപ്പോഴത്തെ ചീഫ് ഇലക്ടോറൽ ഓഫീസറാണ് സഞ്ജയ് കൗൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാനും ചീഫ് ഇലക്ടോറൽ ഓഫീസർ സഞ്ജയ് കൗളുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 2. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന, ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലോ അപ്പോൾ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ശരിയായ പ്രസ്താവനയാണ്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കുന്നു, അതും ശരിയാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസാണ്, അതും ശരിയാണ്. IAS എന്താണ്? ഒരു അഖിലേന്ത്യാ സർവീസാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കുന്നു, അല്ലല്ലോ. സംസ്ഥാന ഗവൺമെൻറ്റിലും നിയമിക്കുന്നില്ലേ? ഇപ്പം നമ്മുടെ കളക്ടറെയൊക്കെ നിയമിക്കുന്നത് അതല്ലേ? IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനുള്ള ആളിനെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലും നിയമിക്കുന്നുണ്ട്. അപ്പോൾ 1, 2, 3 ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. ആൻസർ ഏതാണ്? 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ എ കണ്ണൂർ. കണ്ണൂരാണ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സംസ്ഥാന വിജിലൻസ് കമ്മീഷനാണ് സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിച്ച ഏജൻസി ഏതാണ്? സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ എ ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിനാണ് ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ. അടുത്ത ക്വസ്റ്റ്യൻ, കർണപടത്തിലെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത്? കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ഓപ്ഷൻ ബി യൂസ്റ്റേക്കിയൻ നാളി. യൂസ്റ്റേക്കിയൻ നാളിയാണ് കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ, IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? IUCN എന്ന സംഘടനയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇതിൻ്റെ ലക്ഷ്യം. ശരിയാണ്. ജപ്പാനാണ് IUCNൻ്റെ ആസ്ഥാനം. IUCNൻ്റെ ആസ്ഥാനം ജപ്പാനാണോ? അല്ല. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ് IUCNൻ്റെ ആസ്ഥാനം. അപ്പോൾ അത് തെറ്റാണല്ലോ. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നു IUCN. ശരിയാണ്. ഈ സംഘടന വിവിധ രാജ്യങ്ങളിലും പ്രവർത്തിച്ചു വരുന്നു. ഇതും ശരിയാണ്. അപ്പോൾ 1, 3, 4 ശരിയാണ്. 1, 3, 4 ശരിയാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി 1, 3, 4 എന്നിവ ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ്? ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗമാണ് ഓപ്ഷൻ സി എയ്ഡ്സ്. എയ്ഡ്സ് ആണ് രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്നത്? ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്ന സംസ്ഥാനം
പശ്ചിമ ബംഗാൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ രോഗാണുക്കളില്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏവ? രോഗാണുക്കളില്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതാണ്? സിക്കിൾ സെൽ അനീമിയ രോഗാണുക്കൾ മൂലമാണോ ഉണ്ടാകുന്നത്? അല്ല. ഹീമോഫീലിയ, ഇതൊക്കെ ജനിതക രോഗമാണ് കേട്ടോ. സിക്കിൾ സെൽ അനീമിയയും ഹീമോഫീലിയയും ജനിതക രോഗങ്ങളാണ്. ഡിഫ്തീരിയ, സിലിക്കോസിസ് ഇവ രണ്ടും രോഗാണുക്കൾ കാരണം ഉണ്ടാകുന്നത് തന്നെയാണ്. അപ്പോൾ 1ഉം 2ഉം ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എയിൽ 1ഉം 2ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏതു ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത് ഓപ്ഷൻ ഡി പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ, ഇൻഹെയിലബിൾ വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം? അപ്പോൾ വായിലൂടെ വലിച്ചെടുക്കാൻ പറ്റുന്ന വാക്സിൻ അഥവാ ഇൻഹെയിലബിൾ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ചൈനയാണ് ഇൻഹെയിലബിൾ വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഫോക്കൽ ദൂരം ഡാഷ് ആയിരിക്കും. അപ്പോൾ വക്രതാ ദൂരത്തിൻ്റെ പകുതിയായിരിക്കും ഫോക്കൽ ദൂരം 10 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, തിരശ്ചീന ദിശയ്ക്ക് മുകളിലായി 45 ഡിഗ്രി കോണടവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിൻ്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം എന്തായിരിക്കും? അപ്പോൾ എന്താണ്? ഓപ്ഷൻ ബി ആണ്. 1:4 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ്? അപ്പോൾ ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ്? ഓപ്ഷൻ സി അൾട്രാ വയലറ്റ് തരംഗങ്ങളാണ് ആൻസർ. അൾട്രാ വയലറ്റ് തരംഗങ്ങളാണ് ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയാണ്? എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയാണ് ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്? അപ്പോൾ 14 ഭൗമദിനങ്ങൾ. ഓപ്ഷൻ സി ആണ് ആൻസർ. 14 ഭൗമദിനങ്ങൾക്ക് വേണ്ടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചത്? ഏത് മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചത്? ഏത് മേഖല? ഓപ്ഷൻ എ ഇലക്ട്രോൺ ഡൈനാമിക്സ്. ഇലക്ട്രോൺ ഡൈനാമിക്സ് മേഖലയ്ക്ക് നൽകിയ സംഭാവനയ്ക്കാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവക അവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ്? അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ ദ്രാവകമാക്കാൻ കഴിയുന്നത് എന്നാണ് ചോദ്യം. LPG ദ്രാവകമാക്കിയല്ലേ സിലിണ്ടറിൽ സൂക്ഷിക്കുന്നത്? അതുപോലെ. അപ്പോൾ ഏതാണ് സാഹചര്യം? മർദ്ദം കൂട്ടുകയും ഊഷ്മാവ് കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വായുവിനെ ദ്രാവകമാക്കാൻ കഴിയും. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ച് കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലേ? കേട്ടുണ്ടോ? സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാ റീജയിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അക്വാ റീജയിൽ അടങ്ങിയിട്ടുള്ളത്, അക്വാ റീജയിൽ ഏതൊക്കെ ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡുമാണ്. HClഉം HNO3യും. അതിൻ്റെ ഫോമുല ഏതാണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും എന്ന് നമുക്കറിയാം, പക്ഷേ അതിൻ്റെ രാസ ഫോർമുല അറിഞ്ഞുകൂടായെങ്കിൽ ഇത് പെട്ടുപോകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. HClഉം HNO3യുമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡേഷാണ്. പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം എന്താണ്? ഒരു ഏകാത്മക മിശ്രിതമാണ്. ഏകാത്മക മിശ്രിതമാണ്. പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഏകാത്മക മിശ്രിതമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലുള്ള സംഭാവനയ്ക്കാണ്? രസതന്ത്ര നോബൽ പ്രൈസ് 2023 ലഭിച്ചത് ഏത് മേഖലയിലേക്കുള്ള സംഭാവനയാണ്? ഓപ്ഷൻ എ ക്വാണ്ടം ഡോട്ടുകൾ. ക്വാണ്ടം ഡോട്ടുകൾ കണ്ടുപിടിച്ചതിനാണ് 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണ ഉപയോഗിക്കുന്ന സിമൻറ്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം
സിമൻറ്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം ഏതാണ്? ഓപ്ഷൻ എ കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡാണ് സിമൻറ്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ. ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ ഏതാണ്? ഓപ്ഷൻ എ അലിംഗം. ഓപ്ഷൻ എ അലിംഗമാണ് മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവലാണ് അലിംഗം. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചതാരാണ്? അപ്പോൾ ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടി വനിതാ ക്രിക്കറ്റ് ടീം, അതിന് ടീമിനെ നയിച്ചതാരാണ്? ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗറാണ് ടീമിനെ നയിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ എത്തിച്ചത്. അത് വായിച്ചല്ലോ, അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ, സോറി കേട്ടോ. ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ആരുടെ വരികളാണ്? ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി എന്ന് പറഞ്ഞത് ആരുടെ വരികളാണ്? ഓപ്ഷൻ സി PP രാമചന്ദ്രൻ്റെ വരികളാണിത്. PP രാമചന്ദ്രനാണ് ഈ വരികൾ എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് BNCAP. BNCAP എന്ന് പറഞ്ഞ പദ്ധതിയാണ്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഭാരത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം. ഭാരത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, BNCAP. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. CV രാമൻ പിള്ള, പീറ്റർ സ്കോട്ട്, MT വാസുദേവൻ നായർ, ഹെമിംഗ്വേ, ONV കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കിൻ, വള്ളത്തോൾ, മാർക്ക് ട്വെയിൻ. അപ്പോൾ ഇതിനകത്ത് ഏതാണ് തെറ്റായത്? 4 മാത്രം തെറ്റല്ലേ? അപ്പോൾ 4 ഇല്ലാത്തത് 1, 2, 3 മാത്രം ശരി. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3 ശരിയാണ്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV കുറുപ്പാണ്. അപ്പോൾ വള്ളത്തോൾ എന്തെന്നാണ്? കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോളാണ്. കേരള വാത്മീകിയാണ് വള്ളത്തോൾ. മാർക്ക് ട്വെയിൻ എന്നറിയപ്പെടുന്ന ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് മാർക്ക് ട്വെയിൻ. കേരള മാർക്ക് ട്വെയിൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. CV രാമൻ പിള്ള എന്തെന്നറിയപ്പെടുന്നു? പീറ്റർ സ്കോട്ടിൻ്റെ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നു. MT വാസുദേവൻ നായർ കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നു. ONV കുറുപ്പ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നു. വള്ളത്തോൾ കേരള എന്താണ് വള്ളത്തോൾ അറിയപ്പെടുന്നത്? കേരള വാത്മീകി. കേരള വാത്മീകിയാണ് കേട്ടോ വള്ളത്തോൾ. കേരള മാർക്ക് ട്വെയിൻ ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കഥകളി വിജ്ഞാനകോശം രചിച്ചത് ആര്? കഥകളി വിജ്ഞാനകോശം ആരാണ് രചിച്ചത്? ഓപ്ഷൻ ഡി ഐമനം കൃഷ്ണ കൈമളാണ് കഥകളി വിജ്ഞാനകോശം രചിച്ചത്. കഥകളി വിജ്ഞാനകോശം രചിച്ചത് ആരാണ്? ഐമനം കൃഷ്ണ കൈമൾ. ഐമനം കൃഷ്ണ കൈമളാണ് കഥകളി വിജ്ഞാനകോശം രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി. തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഓപ്ഷൻ ബി ചെമ്മീൻ. ഓപ്ഷൻ ബി ചെമ്മീനാണ് തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം. ശരിയാണല്ലോ. ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലായും മാറ്റാൻ കഴിവുള്ള ഉപകരണത്തെ എന്ത് പറയുന്നു? മോഡം. ഇപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഒരു നെറ്റ്വർക്കിൽ ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ്ബ് ചെയ്യുന്നത്. അതും ശരിയാണ്. 3. ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ. അപ്പോൾ ഇതും ശരിയാണല്ലേ. അപ്പോൾ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 IT ആക്ട് 2000 അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി ഏതാണ്? IT ആക്ട് 2000 ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി ഓപ്ഷൻ ഡി 2000 ഒക്ടോബർ 17.
അടുത്ത ക്വസ്റ്റ്യൻ, വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാം അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ബന്ധിപ്പിക്കുമ്പോൾ ഏതാണ് ആൻസർ എന്ന് ആദ്യം നോക്കാം അല്ലേ, എന്നിട്ട് പറയാം. ഓപ്ഷൻ എ ആണ് ആൻസർ. 1 രണ്ടാമത്തതാണ്. അപ്പോൾ GNU Linux ext4 ext4 ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? GNU ലിനക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഏതുമായി? NTFSുമായിട്ടാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആപ്പിൾ മാക് OS X എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? HPFSുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ ശരിയായത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ഏതാണ്? ഓപ്ഷൻ എ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ് ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിങ്ങിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ ഇന്ത്യൻ താരം. 2023 ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ 2 സ്വർണം 1 വെള്ളി 1 വെങ്കലം എന്നിവ നേടിയ താരം ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഐശ്വരി പ്രതാപ് സിംഗ് തോമറിനാണ് ഷൂട്ടിങ്ങിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ ഇന്ത്യൻ താരം. എന്തിനാണ്? 2023 ഏഷ്യൻ ഗെയിംസിനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക? വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുന്നത്? ഒരു വലിയ പൊതു താല്പര്യത്തിന് അത് ആവശ്യമാണ് എന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോഴാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഒരു വലിയ പൊതു താല്പര്യത്തിന് അത് ആവശ്യമാണ് എന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോഴാണ് വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുന്നത്? ഒരു വലിയ പൊതു താല്പര്യത്തിന് അത് ആവശ്യമാണ് എന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോഴാണ് അങ്ങനെ നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ പെടാത്തത്? ഇതിൽ ഉപഭോക്തൃ അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധി ഇല്ലാതെ ആക്സസ് ചെയ്യുവാനുള്ള അവകാശം. ഇതാണ് ഇതിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഉൾപ്പെടുന്ന 3 നമുക്കൊന്ന് വായിക്കാം. അപകടകരമായ ചരക്കുകൾ, ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം. അതുകൊണ്ട് ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരത്തെയും വിലയെയും കുറിച്ച് അറിയിക്കുവാനുള്ള അവകാശം. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം നേടാനുള്ള അവകാശം. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയായതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2005 ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു? 2005 ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു? അപ്പോൾ എങ്ങനെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. കേസിൻ്റെ മൊത്തത്തിലുള്ള വസ്തുതകളും സാഹചര്യങ്ങളും കണക്കിലെടുത്തിട്ടാണ് കേട്ടോ. കേസിൻ്റെ മൊത്തത്തിലുള്ള വസ്തുതകളും സാഹചര്യങ്ങളും കണക്കിലെടുത്തിട്ടാണ് ഗാർഹിക അതിക്രമ നിയമത്തിൽ സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനമാണോ അല്ലയോ എന്ന് വിലയിരുത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം, ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബാധ്യസ്ഥനായിരിക്കുന്നത് ഏത് വ്യവസ്ഥയിലാണ് മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം, ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബാധ്യസ്ഥനായിരിക്കുന്നത്? എന്നാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുതിർന്ന പൗരൻ്റെ സ്വത്ത് ബന്ധു കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശമായി സ്വീകരിക്കുകയും ചെയ്താൽ ആ മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം, ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബാധ്യസ്ഥനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ ഏതാണ്? ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചാലുള്ള ശിക്ഷ ഏതാ? ഓപ്ഷൻ ബി ആണ് 3 വർഷത്തിൽ കൂടാത്ത തടവ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ്? ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെതിരെ പോലും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ അനുവദിക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 32. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ? ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജയന്തി പട്നായിക്. ഇപ്പോഴത്തേത് രേഖ ശർമ്മ. ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക് ആണ്. അടുത്ത 20 മാത്സ് ക്വസ്റ്റ്യൻ ആണ്. മാത്സ് ക്വസ്റ്റ്യൻ ഒഴിവാക്കുന്നത് പറയുന്നില്ല. അടുത്ത ഇംഗ്ലീഷ്. ഹരി ഈസ് വെരി ഗുഡ് ഡാഷ് മിമിക്രി. ഹരി ഈസ് വെരി ഗുഡ് ഡാഷ് മിമിക്രി. അപ്പോൾ ഏതാണ് ആൻസർ? വെരി ഗുഡ് അറ്റ് മിമിക്രി എന്നാണ് കേട്ടോ. അറ്റാണ് അതിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഷീ. അപ്പോൾ അറ്റ് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഷീ ഡാഷ് ബ്രാക്കറ്റിൽ സിംഗ് ഉണ്ട് ഫോർ 2 hours. 4 വരുമ്പോൾ ഏത് വരും? ഹാസ് ബീൻ സിംഗിങ് ഫോർ 2 hours. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഹാസ് ബീൻ സിംഗിങ് ഫോർ 2 hours. അടുത്ത ക്വസ്റ്റ്യൻ, he hardly remembers anything dash. ഇതെന്താ? ക്വസ്റ്റ്യൻ ടാങ്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ ഹാർഡ്ലി നെഗറ്റീവ് അല്ലേ, അതുകൊണ്ട് എന്ത് വരും? ഡസ് ഹി ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ. ഹി ഈസ് പെയിൻറ്റിങ് ദ ഹൗസ്. ഇതിൻ്റെ ആൻസർ എന്താ? ദ ഹൗസ് ഈസ് ബീയിങ് പെയിൻറ്റഡ് ബൈ ഹിം. അതാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ടു മേക്ക് കണ്ടീഷണൽ സെൻറ്റൻസസ്. ഇഫ് ഐ വെയർ എ മില്യണയർ ഐ ഡാഷ് ജനറസ്ലി ടു ഗുഡ് കോസസ്. ഇഫ് ഐ വെയർ എ മില്യണയർ ഐ ഡാഷ് ജനറസ്ലി ടു ഗുഡ് കോസസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. വുഡ് ഗിവ്. ഇവിടെ പാസ്റ്റല്ലേ വരുന്നത്. ആദ്യത്തെ സെൻറ്റൻസിൽ ഇഫ് ഐ വെയർ വരുന്നത് കൊണ്ട് ഇവിടെ വുഡ് വരും. വുഡ് ഗിവ് ജനറസ്ലി ടു ഗുഡ് കോസസ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ് ഡിഫീറ്റ്. ഡിഫീറ്റിൻ്റെ ആൻറ്റോണിം ഏതാണ്? ഡിഫീറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ട്രംഫ് ആണ് ഡിഫീറ്റിൻ്റെ ആൻറ്റോണിം. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഫ്രൈസൽ വെർബ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. വൈ ഡിഡ് യു ഡാഷ് അവർ മീറ്റിംഗ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കോൾ ഓഫ് എന്താ? ക്യാൻസൽ. വൈ ഡിഡ് യു കോൾ ഓഫ് അവർ മീറ്റിംഗ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സിനോണിം ഓഫ് ദ വേർഡ് സബ്ലൈം. ചൂസ് ദ കറക്റ്റ് സിനോണിം ഓഫ് ദ വേർഡ് സബ്ലൈം. ഏതാണ് സബ്ലൈമിന് സെയിം മീനിങ് വരുന്ന വേർഡ്? ഓപ്ഷൻ ഡി ആണ്. നോബിൾ. സബ്ലൈമിൻ്റെ സെയിം മീനിങ് വരുന്ന സിനോണിം ഏതാണ്? നോബിൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സിനോണിം ഓഫ് ദ വേർഡ്. അത് വായിച്ചല്ലോ. ദ ഫെമിനൈൻ ജെൻഡർ ഓഫ് ദ ഫോക്സ് ഈസ്. ഫോക്സിൻ്റെ ഫെമിനൈൻ ജെൻഡർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. വിക്സൺ. ഫോക്സിൻ്റെ ഫെമിനൈൻ ജെൻഡർ വിക്സൺ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്? മില്ലേനിയത്തിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ്? MILLENNIUM. അങ്ങനെ വരുന്ന സ്പെല്ലിംഗ് ഏതാണ്? മില്ലേനിയം. ഓപ്ഷൻ സി ആണ് ആൻസർ. MILLENNIUM മില്ലേനിയം. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം. വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ വായസം. ഓപ്ഷൻ എ വായസമാണ് ആൻസർ. വായസം എന്ന് വെച്ചാൽ കാക്ക എന്നല്ലേ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, മാരാർ ചെണ്ട കൊട്ടുന്നു അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? മാരാർ ഏതാണ്? പൂജക ബഹുവചനം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പൂജക ബഹുവചനത്തിലാണ് മാരാർ ഉൾപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത് ഏതാണ്? അധ്യാപകൻ പുല്ലിംഗത്തിലാണ്, പുരുഷനാണ്, അവനാണ്. അപ്പോൾ അതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി കുട്ടിയാണ് പുല്ലിംഗത്തിൽ പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക.
അത്ഭുതം. അത്ഭുതം ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗ ശൈലി. അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ. ഓപ്ഷൻ സി അഴകിയ രാവണൻ. അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗ ശൈലി ഏതാണ്? അഴകിയ രാവണൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമി എന്നർത്ഥം ലഭിക്കുന്ന പദം. ഭൂമി എന്ന അർത്ഥം ലഭിക്കുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ക്ഷിതി. ക്ഷിതി എന്ന അർത്ഥം എന്താണ്? ഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ, നിന്ദ എന്ന പദത്തിൻ്റെ വിപരീതം. നിന്ദ എന്ന പദത്തിൻ്റെ വിപരീതം സ്തുതി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സ്തുതി, നിന്ദ ഓപ്പോസിറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? കാറ്റുള്ളപ്പോൾ തൂറ്റണം, അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം എന്നാണ് കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന് പറയുന്നത്. കാറ്റുള്ളപ്പോൾ തൂറ്റണം, അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം. ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ഡി വഴിയുണ്ട്. വഴിയുണ്ടെന്നുള്ളതാണ് ആഗമസന്ധിക്ക് ഉദാഹരണം. അടുത്ത ക്വസ്റ്റ്യൻ, യഥോ പ്ലസ് ഇഷ്ടം എന്നത് ചേർത്ത് എഴുതിയാൽ എന്തായിരിക്കും? യഥേഷ്ടം എന്നല്ലേ വരിക? യഥോ പ്ലസ് ഇഷ്ടം, യഥേഷ്ടം. ഓപ്ഷൻ ബി ആണ് ആൻസർ. യഥേഷ്ടം. യഥോ പ്ലസ് ഇഷ്ടം, യഥേഷ്ടം. അപ്പോൾ 100 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു.